ഇറാന് നീതി വേണം പറയുന്നത് മറ്റാരുമല്ല മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ ഇസ്രയേൽ വധിച്ചു. രാഷ്ട്രത്തലവന്മാർ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുമ്പോൾ ഇന്ത്യ എല്ലാ കാലവും വെച്ചു പുലർത്തുന്ന ഒരു മര്യാദയുണ്ട്. എന്നാൽ ഖമേനിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല. ഇതിനെതിരെയാണ് ഇപ്പോൾ സോണിയാഗാന്ധി ശബ്ദമുയർത്തിയിരിക്കുന്നത്. നിശബ്ദതയെ നിഷ്പക്ഷതയായി കാണാനാകില്ലെന്നും പരമാധികാര രാഷ്ട്രത്തിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയത് കടന്നുകയറ്റമായി കാണണമെന്നും സോണിയാഗാന്ധി മോദിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാടാണ് രാജ്യത്തിന് എന്നും വിശ്വാസ്യത നൽകിയത്. കോൺഗ്രസ് ഖമേനിയുടെ വധത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും പാർലമെന്റിൽ സർക്കാർ ഇക്കാര്യത്തിലെ നിലപാട് വ്യക്തമാക്കണമെന്നും സോണിയാഗാന്ധി പറയുന്നുണ്ട്. വാജ്പേയി ഇറാൻ സന്ദർശിച്ചതും സോണിയാഗാന്ധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനത്തെ ചോദ്യം ചെയ്താണ് ശക്തമായി സോണിയാഗാന്ധി പ്രതികരിച്ചത്. നിശബ്ദതയെ നിഷ്പക്ഷതയായി കാണാൻ കഴിയില്ലെന്നും പരമാധികാര രാഷ്ട്രത്തിന്റെ നേതാവിനെ വധിച്ചത് ഒരു രാജ്യത്തേക്കുള്ള കടന്നുകയറ്റമാണെന്നും സോണിയാഗാന്ധി പറയുന്നുണ്ട്. മോദിയുടെ നിശബ്ദത ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അന്താരാഷ്ട്ര സന്തുലിതയുടെ തകർച്ചയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അസ്വസ്ഥപ്പെടുത്തുന്ന മൗനത്തെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യണം. നമ്മുടെ രാജ്യത്തിൻ്റെ ധാർമ്മിക ബലം വീണ്ടെടുക്കേണ്ടതും വ്യക്തതയോടെയും പ്രതിബദ്ധതയോടും കൂടി അത് പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു. ഇറാനെതിരെ US-ഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തെ അവഗണിച്ച പ്രധാനമന്ത്രി UAE-ക്കെതിരെ നടന്ന പ്രത്യാക്രമണത്തെ മാത്രമാണ് അപലപിച്ചിരിക്കുന്നതെന്നും സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു വിദേശ രാഷ്ട്രത്തലവനെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങളെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും ഈ സാഹചര്യത്തിൽ മൗനം പാലിക്കുകയല്ല വേണ്ടതെന്നും സോണിയാഗാന്ധി മോദിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇസ്രയേൽ ആക്രമണം നടത്തിയ സമയവും ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. സംഭവത്തിന് വെറും 48 മണിക്കൂർ മുൻപ് മോദി ഇസ്രയേൽ സന്ദർശിക്കുകയും ബെന്യാമിൻ നെതന്യാഹുവിന് തുറന്ന പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഗാസ യുദ്ധ പശ്ചാത്തലത്തിൽ ലോകവ്യാപകമായി പ്രതിഷേധം ഉയരുന്ന സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശനം നടത്തിയത്. ബ്രിക്സ് കൂട്ടായ്മയിൽ ഇന്ത്യയുടെ പങ്കാളികളായ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി അകലം പാലിക്കുമ്പോൾ ഇന്ത്യ രാഷ്ട്രീയ പിന്തുണ പ്രഖ്യാപിക്കുന്നത് ആശങ്കാജനകമാണെന്നും സോണിയാഗാന്ധി മോദിയെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാടാണ് രാജ്യത്തിന് എന്നും വിശ്വാസ്യത നൽകിയത്. 2001 വാജ്പേയി ഇറാൻ സന്ദർശിച്ചപ്പോൾ ഇന്ത്യ ഇറാൻ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെന്നും ആ ചരിത്ര ബന്ധം ഇന്നത്തെ സർക്കാരിന് ഇത് ഒരു വിഷയം അല്ലാതായിരുന്നുവെന്നും സോണിയാഗാന്ധി പറയുന്നു. ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിനെ ഇന്ത്യ അപലപിക്കാത്തതാണ് സോണിയാഗാന്ധിയെ ഞെട്ടിച്ചത്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ദിശയെക്കുറിച്ചും വിശ്വാസ്യതയെക്കുറിച്ചും സോണിയാഗാന്ധി ചില സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ബജറ്റ് സെഷനിലെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി പാർലമെന്റ് ചേരുമ്പോൾ ഇന്ത്യയുടെ അസ്വസ്ഥപ്പെടുത്തുന്ന നിശബ്ദത ചർച്ച ചെയ്യണമെന്ന് സോണിയ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരമോന്നത നേതാവ് ഇസ്രയേൽ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാർച്ച് 1 ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ അധികാരത്തിലുള്ള ഒരു രാഷ്ട്രത്തലവനെ കൊലപ്പെടുത്തിയത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തുന്നുണ്ട്. അതിൻ്റെ ഞെട്ടലിനപ്പുറം നിൽക്കുന്നതാണ് ഇന്ത്യയുടെ നിശബ്ദത എന്നാണ് സോണിയ കുറ്റപ്പെടുത്തുന്നത്. US ഇസ്രയേൽ ആക്രമണത്തെ അവഗണിച്ച പ്രധാനമന്ത്രി UAE-യിലെ ഇറാന്റെ പ്രതികാര ആക്രമണത്തെ അപലപിക്കുന്നതിലേക്ക് മാത്രം ഒതുങ്ങിയത് ഈ രാജ്യത്തിന് തന്നെ നാണക്കേടാണെന്നും സോണിയാഗാന്ധി ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗസയിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരങ്ങളെ കൊലപ്പെടുത്തിയതിൽ അന്താരാഷ്ട്ര പ്രതിഷേധം ഉയർന്നതിനിടെയാണ് വലിയ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇറാൻ മണ്ണിലെ ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയും കോൺഗ്രസ് ശക്തമായി അപലപിക്കുന്നുവെന്നും സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.